നിലമ്പൂർ എടക്കരയിൽ മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി ഉപതെരഞ്ഞെടുപ്പ് സമ്മേളനത്തിൽ സംസാരിച്ചു കഴിഞ്ഞിറങ്ങിയ സമയത്താണ് കരിങ്കൊടി കാണിച്ചത്. കരിങ്കൊടി കാണിച്ചയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇംതിയാസ് കരീം വിവരങ്ങളുമായിട്ട്. ഇംതിയാസ്, എന്തിനു വേണ്ടിയാണ് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി ഉയർത്തി പ്രതിഷേധിച്ചത്? ആരാണ്? അക്ഷയ, ഇന്ന് വൈകിട്ടായിരുന്നു LDF കൺവെൻഷൻ യോഗം എടക്കരയിൽ നടന്നത്. എടക്കരയിലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞ് മുഖ്യമന്ത്രി വാഹനത്തിൽ കയറി റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് റോഡിൽ നിന്ന് വഴിക്കടവ് സ്വദേശിയായിട്ടുള്ള ഫൈസൽ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ കരിങ്കൊടി കാണിച്ചത്. ആ കരിങ്കൊടി കാണിച്ചതിന് തന്നെ CPM പ്രവർത്തകർ ഒന്നാകെ അവിടെ ഓടിക്കൂടുകയും ഇദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഉയർന്നിരുന്നു. പിന്നീട് പോലീസ് എത്തിയാണ് ഇയാളെ ജീപ്പിൽ കയറ്റി എടക്കര പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. എന്നാൽ ഇയാളെ പോലീസ് പ്രാഥമികമായി ചോദ്യം ചെയ്തപ്പോൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ഈ സിസ്റ്റത്തിനോടുള്ള എതിർപ്പ് കൊണ്ടാണ് താൻ കരിങ്കൊടി കാണിച്ചത് എന്നാണ്. അദ്ദേഹം ഏതെങ്കിലും ഒരു പാർട്ടി, കോൺഗ്രസിന്റെ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ആളാണ് എന്ന് ഇതിനോടകം വ്യക്തമായിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടുമില്ല. സിസ്റ്റത്തോടുള്ള എതിർപ്പ് എന്നാണ് അദ്ദേഹം പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ എടക്കര പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മനഃപൂർവ്വം കലഹം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന വകുപ്പിൽ BNS 192 വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ ഈ ഫൈസലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഫൈസലാണ് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയിരിക്കുന്നത്.